പ്രശ്നങ്ങൾ കടന്നു വരും, പ്രതികൂലങ്ങൾ കടന്നു വരും, രോഗങ്ങൾ കടന്നു വരും. മുന്നോട്ട് എങ്ങനെ പോകണമെന്ന് അറിയാത്ത സാഹചര്യത്തിൽ നമ്മൾ ഇരുൾ അടഞ്ഞ വഴികളിൽ തിരുനാളമാകുവാൻ ഇന്നത്തെ ചിന്ത. പ്രൈസ് ലോർഡ്. എക്സൽ മീഡിയ ഇന്നത്തെ ചിന്തയിലേക്ക് എല്ലാ പ്രിയമുള്ളവർക്കും സ്വാഗതം. ഇന്നത്തെ ചിന്താവിഷയം എന്ന് പറയുന്നത് ലൂക്കോസിൻ്റെ സുവിശേഷം 18-ാം അധ്യായം 1-ാമത്തെ തിരുവചനമാണ്. അവിടെ ഇങ്ങനെ നാം വായിക്കുന്നു, മടുത്തു പോകാതെ എപ്പോഴും പ്രാർത്ഥിക്കുക. പ്രൈസ് ലോർഡ്. പ്രാർത്ഥന എന്ന് പറയുന്നത് സത്യത്തിൽ എന്താണ്? നമ്മളും ദൈവവുമായുള്ള സംസാരം അല്ലെങ്കിൽ ഒരു റിലേഷൻ എന്നൊക്കെ അതിന് നമുക്ക് പറയാനായിട്ട് കഴിയും. ഒരു ദൈവ പൈതൽ എപ്പോഴും ദൈവത്തോട് സംസാരിക്കുന്നവരായിരിക്കണം. അതിന് ഇന്ന സമയമെന്നില്ല, ഇന്ന സ്ഥലമെന്നില്ല. ഏത് സമയത്തും എപ്പോൾ വേണമെങ്കിലും ഒരു ദൈവത്തിൻ്റെ പൈതലിന് ദൈവവുമായിട്ട് കണക്ഷൻ ഉണ്ടായിരിക്കണം. അല്ലെങ്കിൽ ദൈവവുമായിട്ട് കമ്മ്യൂണിക്കേഷൻ ചെയ്യാനായിട്ട് ഒരു പ്രയാസം ഉണ്ടാകുന്ന ഒരു കാര്യമല്ല. കാരണം എന്ന് വെച്ചാൽ ഏത് സമയത്തും നമുക്ക് കർത്താവിൻ്റെ അടുക്കിലേക്ക് പോകാനുള്ള അവസരം ദൈവം നമുക്ക് ഒരുക്കി തന്നു. പ്രൈസ് ലോർഡ്. നമുക്ക് ഈ ലോകപ്രകാരം ഒരു അപേക്ഷ ഒരു മനുഷ്യൻ്റെ കയ്യിൽ സമർപ്പിക്കണമെങ്കിൽ, ഒരു വ്യക്തിയുടെ കയ്യിൽ കൊടുക്കണമെങ്കിൽ ആ വ്യക്തിയുടെ സാഹചര്യവും സമയവും ആ വ്യക്തിയുടെ കാര്യങ്ങളെല്ലാം ക്രമീകരിച്ചതിന് ശേഷം മാത്രമേ നമ്മളുടെ അപേക്ഷ അവർ സ്വീകരിക്കുകയുള്ളൂ, അല്ലേ? അതിന് ഒരുപാട് കടമകൾ കടന്നു വേണം നമ്മൾ ആ വ്യക്തിയുടെ അടുക്കൽ എത്താൻ. അങ്ങനെയാണ് ലോകപ്രകാരം ഒരു മനുഷ്യൻ്റെ അടുക്കൽ നമ്മുടെ ആവശ്യങ്ങളുമായി നമ്മൾ സമീപിക്കുമ്പോൾ ഉണ്ടാകുന്ന അവസ്ഥയെന്ന് പറയുന്നത്. എന്നാൽ സർവശക്തനായ ദൈവത്തിൻ്റെ അടുക്കൽ ഏത് മനുഷ്യനും ഏത് സമയത്തും എത്ര തന്നെ വിഷയങ്ങളാണെന്ന് പറഞ്ഞാലും അതെല്ലാം കേൾക്കാൻ തയ്യാറായി നിൽക്കുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവം. ആ ദൈവത്തിൻ്റെ അടുക്കൽ ഏതൊരു വ്യക്തിയും തൻ്റെ അപേക്ഷയുമായി, തൻ്റെ പ്രാർത്ഥനയുമായി, തൻ്റെ സംസാരവുമായി ദൈവത്തിൻ്റെ അടുക്കൽ ചെല്ലുമ്പോൾ ഒരിക്കലും ദൈവം നോ പറയത്തില്ല, റിജക്റ്റ് ചെയ്യത്തില്ല. എനിക്ക് സമയമില്ല എന്ന് ദൈവം കേൾക്കാൻ എനിക്ക് സമയമില്ല എന്ന് ദൈവം ഒരിക്കലും നമ്മളോട് പറയില്ല. അതാണ് ഈ ദൈവത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പോൾ ഏത് സമയത്തും നമുക്ക് ദൈവത്തിൻ്റെ അടുക്കലേക്ക് കടന്നു ചെന്ന് സംസാരിക്കുവാൻ, നമ്മുടെ ഹൃദയം പകരുവാൻ ദൈവം നമുക്ക് ഓപ്പർച്യൂണിറ്റി തന്നിട്ടുണ്ട്. അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത്, പ്രാർത്ഥന എന്ന് പറയുന്നത് ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ അല്ലെങ്കിൽ ഒരു ദൈവ പൈതലിൻ്റെ ജീവിതത്തിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഘടകമാണ്. അത് ഒഴിച്ചു വെച്ചിട്ട് നമുക്കൊന്നും ചെയ്യാൻ കഴിയത്തില്ല. നമ്മളുടെ നിലനിൽപ്പ് തന്നെ, നമ്മൾ മുന്നോട്ട് നടക്കുന്നത്, നമ്മളുടെ ഓരോ കാര്യങ്ങളിലും എല്ലാ ദിവസവും നമ്മുടെ മുന്നോട്ട് നടത്തുന്നത് പ്രാർത്ഥനയിലൂടെ മാത്രമാണ്. ദൈവത്തിൻ്റെ സ്നേഹമാണ് അതിൽ കൂടെ വെളിപ്പെടുന്നത്. നോക്കൂ, നമുക്കറിയാം ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെ ഓരോ ഭാഗങ്ങൾ നമ്മൾ ബൈബിളിൽ നിന്ന് എടുത്ത് പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് പ്രാർത്ഥനയുടെ ഇമ്പോർട്ടൻസ് വളരെ 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 വലുതാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. തുടക്കം മുതൽ നമുക്ക് കാണാൻ കഴിയുന്ന ഓരോരോ കാര്യങ്ങളിൽ പ്രാർത്ഥനയുമായിട്ടുള്ള അല്ലെങ്കിൽ പ്രാർത്ഥനയിൽ കൂടി ദൈവം വ്യക്തികളുടെ ജീവിതത്തിൽ വരുത്തിയ മാറ്റങ്ങളും അവരുടെ ജീവിതത്തിൽ ദൈവം ചെയ്ത അത്ഭുതങ്ങളും അടയാളങ്ങളും ഒക്കെ വിശുദ്ധ ബൈബിൾ വളരെ വ്യക്തമായിട്ട് നമ്മളെ മുമ്പിൽ വരച്ചു കാണിക്കുന്നുണ്ട്. നമുക്കറിയാം നെഹമ്യാവിൻ്റെ പുസ്തകത്തിൽ ഒരു നെഹമ്യാവിൻ്റെ കാര്യങ്ങൾ അല്ലെങ്കിൽ യെരുശലേമിൻ്റെ മതിൽ ഇടിഞ്ഞു കിടക്കുന്നു എന്ന് അറിഞ്ഞ സമയം മുതൽ ആ മനുഷ്യൻ ഉപവസിച്ചും ദുഃഖിച്ചും വേദനിച്ചും കൊണ്ട് ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് ഓടിപ്പോയി അവിടെ ഇരുന്ന് കരയുകയായിരുന്നു. ഏകദേശം 4 മാസമാണ് അദ്ദേഹം ഈ ഒരു വിഷയത്തിന് വേണ്ടി ദൈവത്തിൻ്റെ സന്നിധിയിൽ ഇരുന്നത്. കരഞ്ഞുകൊണ്ട് ദുഃഖിച്ചുകൊണ്ട് ഉപവസിച്ചുകൊണ്ട് തന്നിരുന്നു. തനിക്ക് അതിൻ്റെ ആവശ്യമുണ്ടായിരുന്നില്ല. അത്രയും നല്ലൊരു നല്ല ഒരു പൊസിഷനിലായിരുന്നു അദ്ദേഹം ഇരുന്നത്. എന്നാൽ അതെല്ലാം മാറ്റിവെച്ചിട്ട് തൻ്റെ യെരുശലേമിലെ മതിൽ ഇടിഞ്ഞു കിടക്കുന്നു എന്ന വാർത്ത കേട്ട സമയം മുതൽ അദ്ദേഹത്തിന് ഒരിക്കലും സ്വസ്ഥമായിരിക്കാൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് അദ്ദേഹം ഏകദേശം 4 മാസം അതിനുവേണ്ടി ഒരുങ്ങുകയും പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ടിരുന്നു. ഒടുവിൽ രാജാവിൻ്റെ സന്നിധിയിൽ ചെന്ന് ഈ വിഷയം അവതരിപ്പിച്ചപ്പോൾ അദ്ദേഹത്തിന് അത് പണിയാനുള്ള അവസരങ്ങൾ ലഭിക്കുകയും ഇടയായിത്തീർന്നു. ഇതിൻ്റെ പിന്നിൽ എന്താ എന്നാണ് ചോദിച്ചാൽ അദ്ദേഹത്തിൻ്റെ മനസ്സിലെ ആ ഒരു ഒരുക്കവും പ്രാർത്ഥനയും ദൈവത്തോടുള്ള ആ ഒരു അകമഴിഞ്ഞ സ്നേഹവുമാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുകൊണ്ട് സംഭവിച്ചത് എന്താണെന്നറിയാമോ? 82 ദിവസം കൊണ്ട് മതിൽ പണി പൂർത്തിയാക്കാൻ അവർക്ക് കഴിഞ്ഞു. ഇതിനിടയിൽ ഒരുപാട് പ്രശ്നങ്ങൾ അവരെ നേരിട്ടു. ഒരുപാട് പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ഈ മതിൽ പണിയിൽ നിന്നും പിന്തിരിപ്പിക്കുവാൻ വേണ്ടി ഒത്തിരി തടസ്സങ്ങൾ തൻ്റെ ജീവിതത്തിൽ കടന്നു. എന്നാൽ അതിനെല്ലാം ഓവർകം ചെയ്യാനുള്ള കൃപ നെഹമ്യാവ് പ്രാപിച്ചത് പ്രാർത്ഥനയിലൂടെയാണ്. ഇന്ന് എന്നെ കേൾക്കുന്ന എല്ലാ ദൈവമക്കളോടും എനിക്ക് പറയാനുള്ളത്, ഒരു ദൈവ പൈതലിൻ്റെ ജീവിതത്തിൽ
ജീവിതത്തിൽ പ്രശ്നങ്ങൾ കടന്നു വരും, പ്രതികൂലങ്ങൾ കടന്നു വരും, രോഗങ്ങൾ കടന്നു വരും. മുന്നോട്ട് എങ്ങനെ പോകണമെന്ന് അറിയാത്ത സാഹചര്യത്തിൽ നമ്മൾ ഒറ്റയ്ക്ക് മാറി നിൽക്കുന്ന സമയങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ വരും. എന്നാൽ ഇതിൻ്റെ എല്ലാം മധ്യത്തിൽ ഓവർകം ചെയ്യാൻ, മുന്നോട്ട് കടന്നു പോകാൻ നമ്മളെ സഹായിക്കുന്നത് പ്രാർത്ഥനയാണ്. പ്രാർത്ഥനയില്ലാതെ ഒരു വ്യക്തിക്ക് നിൽക്കുവാൻ കഴിയില്ല. നമ്മളുടെ ഒരു ദൈവ പൈതലിൻ്റെ മുട്ടുമേൽ, അല്ലെങ്കിൽ ഒരു ദൈവ പൈതൽ മുട്ടുമേൽ നിൽക്കുന്നത് കാണുമ്പോൾ പിശാച് വിറയ്ക്കും. കാരണം പിശാചിന് ഭയമെന്ന് പറയുന്നത് ദൈവത്തോടുള്ള പ്രാർത്ഥനയും ദൈവവചന ധ്യാനവുമാണ്. ഇന്ന് എന്നെ കേൾക്കുന്ന എല്ലാ ദൈവമക്കളോടും എനിക്ക് പറയാനുള്ളത്, പ്രാർത്ഥനയിൽ കൂടി മാത്രമേ നമുക്ക് ഈ ലോകത്തിൽ പിടിച്ചു നിൽക്കുവാൻ കഴിയുള്ളൂ. നമ്മുടെ നിത്യത അല്ലെങ്കിൽ നമ്മുടെ മരണം അവസാനിക്കുന്നത്, നമ്മളുടെ ജീവിതം ഈ ലോകത്തിൽ നിന്ന് അവസാനിക്കുന്നത് വരെ, അല്ലെങ്കിൽ കർത്താവിൻ്റെ വരവ് വരെ ഒരു ദൈവ പൈതലിന് വെറുതെ ഇരിക്കാൻ കഴിയില്ല. രക്ഷിക്കപ്പെട്ടു, സ്നാനപ്പെട്ടു, ദൈവസഭയിൽ പോകുന്നു എന്നൊക്കെ പറയുമ്പോഴും നമ്മുടെ ജീവിതത്തിൽ പേഴ്സണൽ റിലേഷൻഷിപ്പ് ദൈവമായിട്ടില്ലെങ്കിൽ, അല്ലെങ്കിൽ ഒരു പ്രാർത്ഥനാ ജീവിതം നമുക്കില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് പിടിച്ചു നിൽക്കാൻ കഴിയത്തില്ല. നിത്യതയിൽ ദൈവത്തോടൊപ്പം നമുക്ക് എത്തണമെങ്കിൽ ഈ ലോകത്തിൽ നമ്മൾ ജയിക്കണം. ജയിക്കേണ്ടതിന് എന്താണ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഘടകമെന്ന് ചോദിച്ചാൽ അത് പ്രാർത്ഥന തന്നെയാണ്. അതുകൊണ്ട് ഏത് പ്രതികൂല സാഹചര്യത്തിൽ നിൽക്കുന്നവരോടായാലും എനിക്ക് പറയാനുള്ളത് ഒറ്റയൊരു കാര്യം മാത്രമേ ഉള്ളൂ. എല്ലാത്തിൻ്റെയും ഉത്തരം എന്നത് പ്രാർത്ഥനയാണ്. പ്രാർത്ഥനാ ജീവിതം നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ഉണ്ടാകുവാൻ ദൈവം നമ്മളെല്ലാവരെയും സഹായിക്കുമാറാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയും പറയുകയും ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. കർത്താവ് നമ്മളെ സഹായിക്കുമാറാകട്ടെ. ഗോഡ് ബ്ലെസ് യു.